ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴേലൊക്കെ ഓരോ ലോങ് വീഡിയോ ഇടണമല്ലോ, എങ്കിലല്ലേ നിങ്ങളുമായിട്ടുള്ള ടച്ച് വിടാതെ അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇടുന്നത് 10ഉം 20ഉം 30ഒക്കെ മണിക്കൂർ അല്ല മിനിറ്റ്സുള്ള വീഡിയോസ് ആയിരിക്കും. പക്ഷേ എൻ്റെ ലോങ് വീഡിയോ വെറും 6 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ. എന്നെക്കൊണ്ട് അത്രയ്ക്കല്ലേ ഒപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ ദ വേ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. വാട്ടർ കളറാണല്ലോ ഇപ്പോഴത്തെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാട്ടർ കളറിങ്. അതുകൊണ്ട് തന്നെ അതിന്മേൽ പിടിച്ച് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്കിൽ കാണുന്ന പോലെ ആ ഒരു ഫ്രെയിം നിങ്ങൾ വരച്ചെടുക്കുക. ജസ്റ്റ് നമുക്ക് പെൻസിൽ വെച്ച് വരക്കാനുള്ളതിനുള്ളൂ. സിമ്പിളായിട്ടുള്ളതാണ്, അധികം ടഫായിട്ടുള്ള ഒന്നുമല്ല. അതിന് ശേഷം ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഡോറിന് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഡോറിന് യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യെല്ലോ കളറിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് ആ ഒരു ലൈൻസ് പോലെ ഇടുമ്പോൾ നമുക്ക് ആ ഡോറിൻ്റെ ഓരോ പാളികളായിട്ട് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. പിന്നെ അടിയിൽ ഗ്രീൻ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ യെല്ലോ കളറിൻ്റെ പെയിൻറ്റ് നന്നായിട്ട് ഇങ്ങോട്ട് പോയിട്ടോടെ തന്നെ അത് മിക്സായിട്ട് യെല്ലോ ഗ്രീനും കൂടെ മിക്സായപ്പോൾ ഇങ്ങനെ ഒരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ചുമരിൻ്റെ ഇഷ്ടിക വെച്ച ഒരു പോലെ തോന്നിക്കുന്ന ആ ഭാഗങ്ങളില്ലേ, അത് നമുക്ക് ഒന്ന് നല്ല ഡാർക്കായിട്ടും, അതായത് ഒന്ന് വെള്ളം കുറച്ച് കമ്മിയാക്കിയിട്ടും, പിന്നെ വരുമ്പോൾ 2-3 വെള്ളം നല്ല കൂട്ടിയിട്ട് നല്ല കളറിലും അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാണ്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തത് മാത്രം. എനിക്ക് അങ്ങനെ ചെയ്തപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന പോലെ നമ്മൾ റഫായിട്ടൊന്ന് വരച്ചിടുകയാണെങ്കിൽ നമുക്ക് ഈ പെയിൻറ്റ് ചെയ്യാൻ ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തീരെ കളേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ആ കളർ സെയിം ആയിട്ട് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് നമുക്കൊന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ കളർ എടുക്കാൻ പോകുന്നത് നമ്മുടെ ട്രീ ആണ്. ട്രീക്ക് നമ്മുടെ വാട്ടർ കളറിലുള്ള ആ ഒരു ബ്രൗൺ കളർ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഉള്ള ആ ഒരു കൊമ്പുകളൊക്കെ ഇല്ലേ, അതും നന്നായിട്ട് വരച്ചെടുക്കുക. ട്രീയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചില ഭാഗങ്ങൾ നല്ല കട്ടിയിലും ചില ഭാഗങ്ങളിൽ കുറച്ച് ലൈറ്റായിട്ടും, അതായത് നമ്മൾ വാട്ടർ കുറച്ചും വാട്ടർ കണ്ടൻറ്റ് കൂടിയിട്ടും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ വലിയ പ്രോ ആണ് അൾട്ടിമേറ്റ് ആണെന്നൊന്നും തോന്നണ്ട. ഞാൻ ജസ്റ്റ് ബിഗിനറാണ് കേട്ടോ. ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ച് പോകാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ചില വീഡിയോസൊക്കെ എടുക്കുന്നു. ചിലതൊക്കെ സക്സസ്ഫുൾ ആവുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആവുന്നുണ്ട്. ആ ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയതൊന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടേ ഇല്ല. അതൊക്കെ അവിടെ അതേപോലെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അത്യാവശ്യം തിരക്കേടില്ല, കൊള്ളാമെന്നൊക്കെ തോന്നുന്ന ഐറ്റംസാണ് കേട്ടോ ഇതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എൻ്റെ ഈ കൊള്ളാമെന്നുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഫ്ലോപ്പായത് പോയത് എത്രമാത്രം ഫ്ലോപ്പായിട്ടുണ്ടാവുമെന്ന് ജസ്റ്റ് നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വരച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ലീഫാണ് കേട്ടോ. ലീഫിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരുന്നത് നല്ല ഡാർക്ക് കളറും, അതായത് ഡാർക്ക് ഗ്രീനും പിന്നെ ലൈറ്റ് ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഡാർക്ക് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ജസ്റ്റുള്ള ആ ഒരു കളർ എടുത്തിട്ട് ഇതാക്കാം. പിന്നെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വാട്ടർ കളർ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കളറിൻ്റെ മുകളിൽ കളർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം അടിച്ച കളർ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ കളർ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇതാ ഈ കുളമായി കിടക്കുന്നുണ്ടില്ല, അതേപോലെ കൈ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതിനൊന്നും നമുക്ക് ചെയ്യാനില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഫ്ലവർ വരച്ചെടുത്ത് റെഡിയാക്കി എടുക്കാം. അല്ലാതെ എന്നെക്കൊണ്ട് യാതൊരുവിധ ഐഡിയ കാണാനില്ല. പിന്നെ ഫ്ലവർ വരയ്ക്കലാണ്. അപ്പോൾ ഫ്ലവർ വരയ്ക്കൽ സിമ്പിളാണ്. നമുക്ക് ഏത് കളർ ഫ്ലവറാണ് വേണ്ടിച്ചാൽ ആ കളർ എടുക്കുക. പിന്നെ അത് വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഡോട്ടല്ല, ഒരു റൗണ്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റഫായിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അത്ര വലിയ പണിയൊന്നുമില്ല. അങ്ങനെ ഒരു കുത്തുക, പിന്നെ അതിൽ നിന്ന് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അങ്ങനത്തെ നമുക്ക് ഇഷ്ടംമാതിരി നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണോ, എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നിറച്ച് അങ്ങനെ ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വൈറ്റ് എടുത്തിട്ട് അതേപോലെ തന്നെ വീണ്ടും ഒന്നിങ്ങനെ റൗണ്ട് ചുറ്റി കൊടുക്കുക. അതായത് ആ ഒരു ഫ്ലവറിന് ഷേപ്പ് കിട്ടാൻ വേണ്ടി കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കണ്ട. ഇനി തീരെ അറിയാത്തവർക്കുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്ലവർ, ഞാൻ ഇവിടെ ഈ ഒരു കുളമായ ഭാഗം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിറയെ ഫ്ലവർ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് പോർഷനും കൊടുത്തിട്ട് ആ ഒരു റോസ് പൂവിൻ്റെ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചിന്തിച്ചാൽ, അതായത് ഒരു ലോജിക്ക് ഉണ്ടാവില്ല. കാരണം ഇത്രയും വലിയ മരത്തുമ്മേ റോസ് പൂവ് ഉണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല. ഇനിവേ നിങ്ങളതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, നമ്മളൊന്നും കാണാത്ത ഏതെങ്കിലും ഒരു ലോകത്ത്, അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വേണമെങ്കിൽ ഇത്രയും വലിയ മരത്തിൽ റോസൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഉണ്ടോ ഇല്ലേ അതിപ്പോൾ ഉള്ളവർക്ക് അറിയാം, ഇല്ലാത്തവർക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും എൻ്റെ റോസ് കൊമ്പിൻ്റെ മരം ഇങ്ങനെ ആയിട്ടുണ്ട്.
പിന്നെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഡാർക്ക് കളർ ഗ്രീൻ എടുത്തിട്ട് ഒന്നും കൂടി ആ ലീഫൊക്കെ ഒന്ന് കടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഫ്ലവർ വെച്ചിട്ട് അവിടെ മിക്സായി നിൽക്കുന്ന ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കാരണം എടുത്തിട്ട് ഒന്നും കൂടി ഗ്രീൻ എടുത്തിട്ട് ആ ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇഷ്ടമായാൽ ആ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഇതൊന്നും നിങ്ങൾ മറക്കണ്ട. ജസ്റ്റ് അങ്ങോട്ട് ചെയ്തിട്ട് പൊയ്ക്കോളിയും. ഏതായാലും ഈ വൈക്ക് വന്നതല്ലേ, ഇനിയിപ്പോൾ എന്തിനാ അതായിട്ട് കുറച്ചിട്ട് പോവാണ്. പിന്നെ ഇതാ ലാസ്റ്റ് ഞാൻ ഈ ഒരു ഫ്ലവർ കൊഴിഞ്ഞ് വീണ ആ ഒരു എഫക്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അടിയിൽ നോക്കിയിരുന്നു. പക്ഷേ അത് കൊളായി പോയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനത് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് അവിടെ കിടക്കുന്നുണ്ട്, എന്തായാലും ഇല്ല. പിന്നെ ഇതിൻ്റെ ഒരു വൈക്കിൽ ഞാൻ കുറച്ച് കല്ലായിട്ട് ഒക്കെ വരയ്ക്കുന്നുണ്ട്. അത്രമാത്രം ഞാൻ റെഫറൻസ് പിക്കായിട്ട് കണ്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റായി കിടക്കണ്ട, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചിട്ട് ആ ഒരു ബാക്കി കണ്ട ഭാഗം ഞാൻ കുറച്ച് ഗ്രീനൊക്കെ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് കല്ല് വരച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.